രാവിലെ എഴുന്നേക്കുമ്പോ മൂക്കിന്ന് വായിന്നൊക്കെ ബ്ലഡ്, ബാത്റൂമിൽ പോയാലും മുഴുവൻ ബ്ലഡാ പോകുന്നത്. അത് കണ്ടിട്ട് എന്റെ കുഞ്ഞൊരു ദിവസം എഴുന്നേറ്റ് കരയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റബ്സലുള്ള ഒരുപാട് സങ്കടത്തോട് കൂടിയ ഞാൻ ഈ വീഡിയോകളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളം പ്രവാസിയായിട്ട് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കിയ 39 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മാരകമായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന ക്യാൻസർ ബാധിച്ചത്. ക്യാൻസറിൽ തന്നെ അവസാന സ്റ്റേജിൽ നിൽക്കുക. വായിലൂടെയും മൂക്കിലൂടെയൊക്കെ രക്തം വന്നിട്ട് രക്തം ഛർദിച്ചിട്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ്. എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണേ, എല്ലാവരും ഒന്ന് സഹായിക്കണേ. ഈ പൊന്നു മോന് നാളെ എത്തിയുമായിട്ട് വളരരുത്. 10 വർഷത്തോളമായിട്ട് ഈ ഭാര്യ നേല് പോലെ കൂടെ നിൽക്കുക. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയതമനാണ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ യാചിക്കുന്നത്. ഒരു 10 രൂപ കൊണ്ടെങ്കിലും നിങ്ങൾ ഈ സഹോദരനെ സഹായിക്കണം. ആശുപത്രിയില്ലാത്ത ദിവസമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോ എനിക്കെന്നെ കൈ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കൈ ചികിത്സിച്ചു. ഇനി മജ്ജ മാറ്റി വെക്കാനുള്ള അത്ര ആണി എനിക്കില്ല. അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. പഠിച്ചോർത്തിട്ട് എന്റെ മോനെ എത്തിയമാക്കാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാരും എന്നെ സഹായിക്കണം, എന്നെ കൈ സഹായിക്കണം. എന്റെ മുമ്പേ വേറെ വഴിയില്ല. ഈ അവസ്ഥയിലേക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാരും എന്നെ സഹായിക്കണം, എന്റെ കൈ ചികിത്സിക്കാൻ വേണ്ടിട്ട് സഹായിക്കണം. എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. അവയൊന്നും സംഭവിക്കൂല. അവരെ വേറെ എല്ലാം വഹിക്കോളൂ. ബാബയാണെങ്കിൽ മൂക്കിന്ന് വായിന്നും ചോര വന്നോണ്ടിരിക്കുക. എല്ലാരും സഹായിക്കണം. എനിക്ക് എന്റെ അമ്മയ്ക്ക് ബാബ മാത്രമേ എനിക്കുള്ളൂ. എല്ലാരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കണിയാപുരം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൻവറുദ്ദീൻ അൻവരി. നമ്മുടെ ഈ മദ്രസയിൽ പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് ഷാഫി എന്ന സഹോദരൻ്റെ ആവശ്യാർത്ഥമാണ് ഈ ബഹുജനങ്ങൾ അസ്വർ നമസ്കാര ശേഷം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കനിഞ്ഞാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. ക്യാൻസർ രോഗം പിടിപെട്ട് അദ്ദേഹം ഇന്ന് വലിയൊരു സംഖ്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെപ്പോലുള്ള സന്മനസ്സുള്ള നല്ല സഹായങ്ങൾ ആവശ്യമാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാം അതിന് അർഹമായ പ്രതിഫലം തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ കണിയാപുരം മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറിയാണ്. ഈ അസുഖബാധിതനായി കിടക്കുന്ന മുഹമ്മദ് ഷാഫി എന്ന സഹോദരനെ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങളുടെ മദ്രസയിൽ പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവാണ്. പ്രവാസിയായിരുന്നു. മാരകമായ രോഗത്തിന് ചികിത്സയിലാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ദിൽ ഇസ്ലാമിൻ്റെ പേര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സഫീർ കമന്നാനി പനവൂർ. ഒരു 39 വയസ്സുകാരൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഈ നാട് ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. മുഹമ്മദ് ഷാഫി എന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ വല്ലാത്ത വേദനയോടുകൂടി കഴിയുമ്പോൾ അവൻ്റെ പൊന്നുമകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയുടെ മുറ്റത്ത് നിന്ന് ആ സഹോദരന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് കൈനീട്ടുകയാണ്. ക്യാൻസർ രോഗിയായി വല്ലാത്ത ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുകയും പരമാവധി സഹായിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിബ്രാസുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിലെ സദർ മുഅല്ലിം ജസീം ഫൈസിയാണ്. ഈ മദ്രസയിൽ പഠിക്കുന്ന മുഹമ്മദ് അദ്നാൻ എന്ന് പറയുന്ന മകൻ്റെ പിതാവ് മുഹമ്മദ് ഷാഫി എന്ന സഹോദരൻ അതീവ ഗുരുതരമായ രോഗത്തിൽ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടി കൈകോർത്താൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് ആ പൊന്ന സഹോദരൻ്റെ
ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരും സഹായിക്കണം. ഗ്രാമപഞ്ചായത്ത് അണക്കപ്പുള്ള 5-ാം വാർഡ് മെമ്പറാണ്. ഈ കുടുംബം എൻ്റെ വാർഡിലാണ് താമസിക്കുന്നത്. പ്രവാസിയായ ഈ സഹോദരൻ ഇപ്പോൾ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തിന് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും സഹായിക്കണമെന്ന്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ മദ്രസയിൽ കണിയാവരം ഇബ്രാഹിം മദ്രസയുടെ സെക്രട്ടറിയാണ് ഞാൻ, സജാദാണ്. ഞങ്ങളുടെ ഈ മദ്രസയിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ്റെ പിതാവ് പ്രവാസിയായിരുന്നു. അദ്ദേഹം പ്രവാസ ലോകത്ത് വെച്ച് അദ്ദേഹത്തിന് അസുഖങ്ങൾ പിടികൂടുകയും മാരകമായ ക്യാൻസർ രോഗം അദ്ദേഹത്തിൻ്റെ ശരീരത്ത് വരികയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലും കഴിയുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് കഴിയുന്നത്. മാതാവ് ഒരു തയ്യൽ കടയിട്ട് നമ്മുടെ ഈ അടുത്ത് തന്നെ ഉപജീവനം മാർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സാധുവായ കുടുംബത്തെ നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് കൈത്തട്ടി കളയരുത്. നമുക്കും നമ്മുടെ മക്കളുണ്ട്, കൊച്ചു മക്കളാണ്. ആ സ്ത്രീ സഹോദരി വളരെ സാധുവായ ഒരു കുടുംബമാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. അസ്സലാമു അലൈക്കും. ഞാൻ M.A. കബീർ, ഞാൻ ചെറിയങ്കീർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ്. ഈ രോഗി ഞങ്ങളുടെ ഭാഗത്ത് വളരെ അവശമായ രീതിയിൽ ജീവിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. തികച്ചും അർഹതപ്പെട്ട ഈ രോഗിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെ, ഇന്ന് കിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് വളരെ അടിയന്തരമായിട്ട് ഈ സഹോദരന്റെ മജ്ജ മാറ്റിവെച്ചാലേ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ മൂക്കിലൂടെയും വായിലൂടെയും എല്ലാം രക്തം വന്നിട്ട് രക്തം ഛർദ്ദിച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്തടക്കം രക്തമാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സഹായിച്ചാൽ, നമ്മളെ കരങ്ങളൊന്ന് പ്രവർത്തിപ്പിച്ചാൽ ഈ സഹോദരൻ നാളെ ജീവിതത്തിൽ തിരിച്ചു വരും. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ഏക ആശ്രയമാണ്. 10 വർഷം തൻ്റെ ഭാര്യ ഒരു ടൈലർ ഷോപ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ സഹോദരൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി മറ്റൊരു മാർഗ്ഗമില്ല മജ്ജ മാറ്റി വെക്കലല്ലാതെ. ഈ പള്ളിയിലെ ഉസ്താദ്, ഖത്തീബ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സഹോദരന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്.